പദ്ധതിയുടെ ഊരാകുടുക്കിലാണ് UDF സർക്കാർ. മുൻപേ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ PM ശ്രീക്കെതിരെ ഉയർത്തിയ വിമർശനങ്ങൾ നേതാക്കളെ തിരിഞ്ഞുകൊത്തുകയാണ്. ഇടതു സർക്കാർ ഒപ്പുവെച്ച് പോയില്ലേ എന്ന് പറഞ്ഞ് പദ്ധതി തുടരാൻ തന്നെയാണ് തീരുമാനമെന്ന് ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ സർക്കാർ പദ്ധതി താൽക്കാലികമായി നടപ്പാക്കില്ലെന്ന് കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ 2025 നവംബർ മാസം 12-ന് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് അയച്ച കത്ത് പുറത്തുവിട്ടുകൊണ്ടാണ് ഇടതു നേതാക്കൾ പ്രതിരോധിച്ചത്. പദ്ധതിയിൽ ഉൾപ്പെടുന്ന കരിക്കുലവും സ്കൂളുകളും സർക്കാർ തീരുമാനിക്കും എന്ന നിലപാടിൽ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ മന്ത്രിതല ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ഈ വിഷയം തന്നെയാണ് ഇന്ന് സ്പോട്ട്ലൈറ്റും പരിശോധിക്കുന്നത്. PM ശ്രീയിൽ സതീശൻ സർക്കാരും കുടുങ്ങിയോ? ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി സ്കൂളുകളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക, നവീകരണ പദ്ധതികൾ നടപ്പാക്കുക എന്നീ ലക്ഷ്യത്തിൽ 2022-ൽ നടപ്പാക്കി തുടങ്ങിയ PM ശ്രീ പദ്ധതി 2027-ൽ തീരുകയാണ്. കേരളത്തിൽ 336 സ്കൂളുകൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. സ്കൂളിന് ശരാശരി 1.13 കോടി രൂപ ലഭിക്കും. കേന്ദ്ര വിഹിതം 60%, സംസ്ഥാന വിഹിതം 40%. സംസ്ഥാനങ്ങളുടെ അധികാരം ചോർത്തുന്ന ദേശീയ വിദ്യാഭ്യാസ നയം പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കേണ്ടി വരും എന്നതായിരുന്നു എതിർപ്പിനുണ്ടായിരുന്ന ഒരു മുഖ്യ കാരണം. ഇതോടെ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണ നടപടികൾക്ക് കൂടുതൽ അവസരം ലഭിക്കുകയും ചെയ്യുമെന്നാണ് ആശങ്ക ഉന്നയിക്കപ്പെടുന്നത്. സ്കൂളിന് മുന്നിൽ PM ശ്രീ സ്കൂൾ എന്നൊരു ബോർഡും പ്രധാനമന്ത്രിയുടെ ചിത്രവും വയ്ക്കേണ്ടി വരുമെന്നതും എതിർപ്പിന് കാരണമാണ്. വിദ്യാഭ്യാസം എന്നത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം കൺകറന്റ് ലിസ്റ്റിലാണ്. അതായത് നിയമങ്ങളും നയങ്ങളും രൂപീകരിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമുണ്ട്. എന്നാൽ PM ശ്രീയുടെ ഭാഗമാകാത്ത സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിലെ സർവശിക്ഷ ഫണ്ട് ഉൾപ്പെടെ തടയപ്പെടും എന്ന ഭീഷണി മുഴക്കി 2022 മുതൽ തന്നെ കേന്ദ്രം സമ്മർദ്ദം ചെലുത്തി തുടങ്ങിയിരുന്നു. 2023 മുതൽ സമഗ്ര ശിക്ഷാ വിഹിതം മരവിപ്പിച്ചു. 1000 കോടിയിലധികം കുടിശ്ശികയായപ്പോഴാണ് തൽക്കാലം ധാരണാപത്രം ഒപ്പിട്ട് SSK വിഹിതം വാങ്ങാനും പദ്ധതി നടപ്പാക്കേണ്ട എന്നുമുള്ള തീരുമാനത്തിൽ അന്നത്തെ LDF സർക്കാർ എത്തിയത്. എന്നാൽ പദ്ധതിയുടെ ഭാഗമായാൽ കേരളം ഉയർത്തിപ്പിടിക്കുന്ന ബദൽ രാഷ്ട്രീയ സമീപനം ഇല്ലാതാകുമെന്ന ആശങ്ക ഉയർത്തി CPI രംഗത്ത് വന്നു. UDF അധികാരത്തിൽ വന്നാൽ PM ശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയുമെന്ന് ലീഗ് നേതാവും ഇപ്പോൾ മന്ത്രിയുമായ KM ഷാജി ശക്തമായി വിമർശിച്ചതാണ്. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ഉൾപ്പെടെ BJP CPIM ഡീൽ ആരോപിച്ച് രംഗത്ത് വന്നു. അധികാരത്തിലെത്തിയാൽ പദ്ധതി നടപ്പാക്കില്ലെന്ന് സതീശൻ വ്യക്തമാക്കുകയും ചെയ്തു. CPIയുടെ എതിർപ്പ് ശക്തമായതോടെ 2025 ഒക്ടോബർ അവസാനത്തിൽ പദ്ധതിയുടെ തുടർ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. പദ്ധതിയെക്കുറിച്ച് വിശദമായി പഠിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷനായ ഒരു 7-അംഗ മന്ത്രിസഭാ ഉപസമിതിയെ സർക്കാർ നിയോഗിച്ചു. തീരുമാനമെത്തും മുൻപായിരുന്നു ഭരണമാറ്റം. കരാർ റദ്ദാക്കാനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രമാണെന്നതാണ് കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിലെ പ്രധാന ഉപാധിയെന്ന് UDF നേതാക്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പദ്ധതി തൽക്കാലം നടപ്പാക്കാനാവില്ല എന്ന മുൻ ഇടതു സർക്കാരിന്റെ തീരുമാനത്തിന് വിലയില്ല എന്നും അവർ വാദിക്കുന്നു. അതേസമയം ഒപ്പിട്ട് 30 ദിവസത്തിനുള്ളിൽ പൊതുതാൽപര്യാർത്ഥം പദ്ധതി റദ്ദാക്കാമെന്ന് ധാരണാപത്രത്തിലുണ്ടെന്ന് ഇടതുപക്ഷം അവകാശപ്പെടുന്നുണ്ട്. 2025 നവംബർ മാസം 12-ന് പദ്ധതി നടപ്പാക്കുന്നില്ല എന്ന കത്ത് കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട്. പദ്ധതിയിൽ ഒപ്പുവച്ചതല്ലാതെ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങിയ നടപടി ഉണ്ടായില്ല എന്നത് മുഖ്യമന്ത്രിയുടെ വാദം പച്ചക്കള്ളമാണെന്ന് ഇടതുമുന്നണി സ്ഥാപിക്കുന്നത് കേന്ദ്രത്തെ അറിയിച്ച ഈ കത്തും 2025 ഡിസംബർ 3-ന് രാജ്യസഭയിലെ ജോൺ ബ്രിട്ടാസ് MPയുടെ ചോദ്യത്തിന് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ മറുപടിയും ചൂണ്ടിക്കാട്ടിയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കുന്ന ഏതു സംസ്ഥാനത്തിനും സർവശിക്ഷാ തുക അനുവദിക്കുന്നതിൽ തടസ്സമില്ലെന്നായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ജോൺ ബ്രിട്ടാസ് MPയുടെ ചോദ്യത്തിന് ഉത്തരമായി അന്ന് രാജ്യസഭയിൽ പറഞ്ഞത്. പദ്ധതിയിൽ നിന്ന് കേരളം പിൻവാങ്ങിയതായും അദ്ദേഹം മറുപടിയിൽ സൂചിപ്പിച്ചിരുന്നു. നിർബന്ധമായും കേന്ദ്ര വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കപ്പെടുമെന്നും എങ്കിലേ സർവശിക്ഷാ ഫണ്ട് ഉൾപ്പെടെ നൽകാനാവൂ എന്നുള്ള 2 കാര്യങ്ങൾ മന്ത്രിയുടെ മറുപടിയിൽ അന്നേ വ്യക്തമായതാണ്. മാത്രവുമല്ല, UDF സർക്കാർ അധികാരമേറ്റ ശേഷം PM ശ്രീ പദ്ധതിയിൽ കേരളം ഉൾപ്പെട്ടിരുന്നില്ല എന്നതിന് തെളിവായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കത്തും പുറത്തു വന്നിട്ടുണ്ട്.
വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം കേരളത്തിന് നിയമപരമായി ലഭിക്കേണ്ട റീഇംബേഴ്സ്മെന്റ് തുകയാണ് അനുവദിക്കപ്പെടാത്തത് എന്നും ഇത് കേരളം ഒപ്പിട്ട് വാങ്ങിയ PM-ശ്രീ അല്ലെന്നും ഇടതു നേതാക്കൾ വ്യക്തമാക്കുകയാണ്. PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും ഈ തുക നൽകാൻ കേന്ദ്രത്തിന് ഭരണഘടനാപരമായ ബാധ്യതയുണ്ടെന്നായിരുന്നു നിലപാട്. 2025 നവംബർ 4 കേന്ദ്രം അനുവദിച്ച 92.41 കോടി രൂപ വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും നൽകേണ്ട യൂണിഫോം, പാഠപുസ്തകം എന്നീ ഇനങ്ങളിലുള്ളതാണ്. മെയ് 20 ഈ ഇനങ്ങളിൽ കേരളത്തിന് അവകാശപ്പെട്ട ബാക്കി തുകയായ 106.58 കോടി രൂപ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട്. ഈ തുകയും വൈകാതെ അക്കൗണ്ടിലേക്ക് എത്തുമെന്നും അവർ പറയുന്നു. UDF നേതാക്കളെ മുൻപ് പറഞ്ഞ വാക്കുകൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. PM-ശ്രീ പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് മുസ്ലിം ലീഗ്. നിലപാടുകളിൽ അന്നും ഇന്നും മാറ്റമില്ലെന്നും വ്യക്തിപരമായ തീരുമാനമല്ല സർക്കാരിന്റെ തീരുമാനമാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നും ന്യായീകരിച്ച് തടിയൂരുകയാണ് ലീഗ് നേതാവും മന്ത്രിയുമായ KM ഷാജി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് PM-ശ്രീക്കെതിരെ ശക്തമായ നിലപാടെടുത്ത മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഇപ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് വളരെ പ്രധാനമാണ്. അവർ കോൺഗ്രസിനെ തിരുത്തുമോ അതോ PM-ശ്രീക്ക് വിധേയപ്പെടുമോ എന്നത് നമ്മൾ കണ്ടു തന്നെ അറിയണം. PM-ശ്രീ എന്ന കടമ്പയിൽ നിന്നും പുറത്തു കടക്കാൻ സർക്കാർ ക്രിയാത്മകമായ മാർഗങ്ങൾ തേടുകയാണെന്ന് NK പ്രേമചന്ദ്രൻ MP-യും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഈ പദ്ധതി അവസാനിക്കാൻ ഇനി 1 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. ഈ കാലയളവിന് ശേഷം പൂർണ്ണമായും പദ്ധതി സംസ്ഥാനം ഏറ്റെടുക്കേണ്ടതായും വരും. വലിയ ബാധ്യതയാണ് ഈ പദ്ധതി സൃഷ്ടിക്കുക. മാത്രവുമല്ല, സ്കൂളുകളുടെ നടത്തിപ്പിലോ നയരൂപീകരണത്തിലോ സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രമായ അധികാരവും ഉണ്ടാവില്ല. കേന്ദ്ര വിദ്യാഭ്യാസ നയവും അതേപടി നടപ്പാക്കേണ്ടി വരുമെന്നതുൾപ്പെടെ ആശങ്കകൾ ഒരുപാടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ വികസനവും നവീകരണവും ഒക്കെ സ്വാഗതാർഹമാണെങ്കിലും അത് സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങളെയും അധികാരങ്ങളെയും ബലി നൽകിക്കൊണ്ടാകരുത് എന്നുള്ളതാണ് സ്പോട്ട്ലൈറ്റിന്റെ നിലപാട്. നാളെ മറ്റൊരു വിഷയമായി ഇതേ സമയം. നമസ്കാരം.